Please subscribe and click on the bell icon for more videos. നമസ്കാരം, ഫണ്ടർ 360 പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിഷയം ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനും ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനും ഇവ കഴിയുന്നിടത്തോളം എങ്ങനെ ലാഭിക്കാൻ കഴിയുമെന്നുള്ളതിനെ കുറിച്ചാണ്. സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് മാത്രമായിരിക്കില്ല നിങ്ങൾക്ക് ക്യാപിറ്റൽ ഗെയിൻ വരുന്നത്, പല വഴിയിൽ കൂടിയും വരുന്നുണ്ടാകാം. അവയെല്ലാം നമുക്ക് എങ്ങനെ കൂടുതലായി ലാഭിക്കാൻ കഴിയും എന്നുള്ളതാണ്. നമ്മൾ ഫണ്ടർ 360 ഒരു പുതിയ ഇംഗ്ലീഷ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്, ഫണ്ടർ 360 ഇംഗ്ലീഷ്. അപ്പോൾ അതിൽ കൂടുതൽ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസുകളും അനാലിസിസും ഒക്കെയാണുള്ളത്. താല്പര്യമുള്ളവർക്ക് അത് കാണാൻ വേണ്ടിയിട്ട് അതിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതേപോലെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിലും പിൻ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് കാണാം. ശരി, നമ്മൾ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ, ഇപ്പോൾ എല്ലാവരും അടയ്ക്കേണ്ട ടാക്സിനെ കുറിച്ചൊക്കെ ആലോചിച്ച് തുടങ്ങിയിരിക്കുന്ന സമയമൊക്കെ ആയിരിക്കും. കാരണം ഫെബ്രുവരി മാസമൊക്കെ ആയി. ഇതിനു മുമ്പ് അഡ്വാൻസ് ടാക്സ് ഫയൽ ചെയ്തവരൊക്കെ വേറെ ഉണ്ടാവും, എങ്കിലും അതിന് ശേഷമൊക്കെ ആലോചിച്ച് തുടങ്ങിയിരിക്കും. പലരും P&L ഒക്കെ എടുത്തിട്ട് നോക്കുന്നുണ്ടാവും ഇനിയിപ്പോൾ എന്തൊക്കെ ചെയ്യണമെന്നുള്ളതിനെക്കുറിച്ചൊക്കെ. നമ്മൾ ഇതിനു മുമ്പുള്ള ഒരു എപ്പിസോഡിൽ പറഞ്ഞതുപോലെ തന്നെ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ 15% ടാക്സ് നൽകേണ്ട ഒരു നികുതി ബാധ്യതയാണ്. അത് നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ കൂടി നടത്തിയതാണെങ്കിൽ. അല്ലാത്ത രീതിയിൽ ഓഫ് ദ കൗണ്ടറായിട്ടോ അല്ലെങ്കിൽ അൺലിസ്റ്റഡ് ഷെയർസൊക്കെ ആണെങ്കിൽ നികുതി ബാധ്യത വീണ്ടും കൂടും. നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല. മറ്റൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിനു മുമ്പ്. പ്ലെയിൻ ലിസ്റ്റ് എടുത്ത് നോക്കിയിട്ട് ആവശ്യമുള്ളവർക്ക് അത് കാണാവുന്നതാണ്. അതുപോലെ തന്നെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ നിങ്ങൾക്ക് 1 ലക്ഷം രൂപയിൽ കൂടുതലുള്ള ലാഭത്തിന് നിങ്ങൾ നികുതി നൽകണം. ഈ രണ്ട് സംഭവം എങ്ങനെ തൽക്കാലത്ത് എങ്ങനെ സേവ് ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ. നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ നിങ്ങളുടെ ബാക്ക് ഓഫീസിൽ പോയിട്ട്, നിങ്ങൾ ഏത് സെറോധ ആണെങ്കിലും ജിയോജിത്ത് ആണെങ്കിലും ഏഞ്ചൽ ബ്രോക്കിംഗ് ഒക്കെ ആണെങ്കിൽ ഇവരുടെ ബാക്ക് ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ P&L സ്റ്റേറ്റ്മെൻറ്റ് കിട്ടും. അപ്പോൾ അതിൻ്റെ അകത്ത് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ എത്രയാണ്, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എത്രയാണ് എന്ന് സെപ്പറേറ്റ് ആയിട്ട് കാണിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് വേണം നിങ്ങളുടെ നികുതി ബാധ്യതകൾ കണക്കാക്കാൻ. അപ്പോൾ ഉദാഹരണമായിട്ട് നിങ്ങൾക്കിപ്പം 2 ലക്ഷം രൂപ ഈ വർഷത്തെ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടെന്നിരിക്കട്ടെ. അതായത് നിങ്ങൾ 15% നിരക്കിൽ 30,000 രൂപ ടാക്സ് അടയ്ക്കാൻ നിങ്ങൾ ബാധ്യസ്ഥനാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ബാധ്യതകൾ എങ്ങനെ കുറയ്ക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും ഇത് പറ്റിക്കൊള്ളണം നിർബന്ധമില്ല. ഇപ്പോഴത്തെ ഹോൾഡിങ് നഷ്ടത്തിലുള്ളവർക്ക് പറ്റും. ഉദാഹരണമായിട്ട് ഒരു സ്റ്റോക്ക് ഉണ്ടെന്നിരിക്കട്ടെ, ഫെഡറൽ ബാങ്ക്, നിങ്ങളത് 100 രൂപയ്ക്ക് വാങ്ങിച്ചു വന്നിരിക്കട്ടെ. ഇപ്പോഴതിൻ്റെ വില 80 രൂപയാണെന്ന് ഇരിക്കട്ടെ. അതായത് നിങ്ങൾക്ക് ഒരു സ്റ്റോക്കിൻ്റെ മുകളിൽ നിങ്ങൾക്ക് 20 രൂപ നഷ്ടം സംഭവിച്ചു. നിങ്ങൾ 1000 എണ്ണമാണ് വാങ്ങിച്ചതെന്ന് കരുതുക. അപ്പോൾ നിങ്ങൾക്ക് 20,000 രൂപ നഷ്ടം സംഭവിച്ചു. ഈ 20,000 രൂപ നിങ്ങൾ ലോസ് ബുക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ നമ്മൾ ടാക്സ് റിബേറ്റ് പർപ്പസിനൊക്കെ വേണ്ടിയിട്ട് പലപ്പോഴും ഇതേപോലെ ലോസ് ബുക്ക് ചെയ്യുന്നതിനെ നമ്മൾ ലോസ് ഹാർവെസ്റ്റിംഗ് ആണെന്ന് പറയാറ്. നമ്മൾ പ്രോഫിറ്റ് ഹാർവെസ്റ്റിംഗ് ഒക്കെ നമ്മൾ പലപ്പോഴും ചെയ്യാറുള്ള ഒരു കാര്യമാണ്. പക്ഷെ ലോസ് ഹാർവെസ്റ്റിംഗ് പലപ്പോഴും നമുക്ക് അനുഗ്രഹമായിട്ട് വരിക ഇതേപോലെയുള്ള അവസ്ഥകളിലൊക്കെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ 20 രൂപ വെച്ചിട്ട് 1000 എണ്ണത്തിന് 20,000 രൂപ നിങ്ങൾക്ക് നഷ്ടം നിങ്ങൾ ബുക്ക് ചെയ്തു, ലോസ് ബുക്ക് ചെയ്തു. അപ്പോൾ നിങ്ങളുടെ എങ്ങനെയാണ് നിങ്ങൾ ബുക്ക് ചെയ്യുന്നത്? അത് നിങ്ങൾ സെല്ല് ചെയ്യുക, 80 രൂപയ്ക്ക് സെല്ല് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് 20,000 രൂപ നഷ്ടം വന്നു. അപ്പോൾ 20,000 രൂപ നഷ്ടം വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ ഈ വർഷത്തെ ലാഭം എത്രയായി കുറഞ്ഞു? 2 ലക്ഷം രൂപയിൽ നിന്നും 20,000 രൂപ കുറഞ്ഞ് 1,80,000 രൂപയായി കുറഞ്ഞു. ആദ്യം നിങ്ങൾ ഇത് കുറയുന്നതിന് മുമ്പ് നൽകേണ്ട നികുതി ബാധ്യത നിങ്ങൾക്ക് 30,000 ആയിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് നൽകേണ്ട നികുതി ബാധ്യത എന്ന് പറയുന്നത് 1,80,000 രൂപയുടെ 15% മതി. അതായത് 27,000 രൂപ. 3,000 രൂപ നിങ്ങൾ ലാഭിച്ചു. 3,000 രൂപ ചെറിയ സംഖ്യയാണെന്നൊന്നും വിചാരിച്ചിട്ട് ആരും ഇരിക്കേണ്ട. ഞാനിതൊരു ഉദാഹരണം പറഞ്ഞതാണ്. നിങ്ങൾക്ക് ഈ പറഞ്ഞതിനേക്കാളൊക്കെ വളരെ കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾ വളരെയധികം ലാഭിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതിനുവേണ്ടി നിങ്ങൾ ചിലവഴിക്കേണ്ട പൈസ എത്രയാണ്? ഒരു തവണ നിങ്ങൾ വിറ്റ് ഇനിയിപ്പോൾ അത് തന്നെ വാങ്ങിക്കണമെങ്കിൽ തിരിച്ചു വാങ്ങിക്കാനുള്ള ചിലവ് മാത്രമാണ്. ഇപ്പോഴത്തെ രീതിയിൽ മിക്ക ബ്രോക്കേഴ്സും, അത് ഏഞ്ചൽ ആകട്ടെ, സെറോധ ആകട്ടെ, ഗ്രോ ആകട്ടെ, ഇങ്ങനെയൊക്കെയുള്ള മിക്ക ബ്രോക്കേഴ്സും അവരുടെ ഡെലിവറി ട്രാൻസാക്ഷൻസ് ഫ്രീ ആണ്. അപൂർവം ചില ബ്രോക്കേഴ്സ് ആയിട്ടുള്ള ജിയോജിത്തോ അല്ലെങ്കിൽ അപ്സ്റ്റോക്സോ ഇങ്ങനെയൊക്കെ ഉള്ളവർ മാത്രമേ ചാർജ് ചെയ്യുന്നുള്ളൂ. മെയിൻ സ്ട്രീം ബ്രോക്കേഴ്സ് എല്ലാവരും ഏകദേശം ഫ്രീ ആണ് ഡെലിവറി ചാർജസ്. അതിനകത്ത് ആകെ വരുന്നത് സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സും അതിനോടനുബന്ധിച്ചിട്ടുള്ള കുറച്ച് വേറെ ചാർജസ് മാത്രമേ ഉള്ളൂ. എല്ലാം കൂടി കൂടിയിട്ട് 25 രൂപ മുതൽ 26 രൂപ വരെ നിൽക്കും. നിങ്ങൾ 10 ലക്ഷം രൂപയുടെ ഫെഡറൽ ബാങ്ക് വിറ്റാൽ പോലും 25 രൂപ മാത്രമേ നിങ്ങൾക്ക് നഷ്ടം വരുന്നുള്ളൂ. തിരിച്ച് നിങ്ങൾ ഇനിയിപ്പോൾ അത് തന്നെ വാങ്ങിക്കണമെന്ന് ഉദ്ദേശിക്കുകയാണെങ്കിൽ അതേ വിലയ്ക്ക് തന്നെ നിങ്ങൾക്ക് അതേ ദിവസം തന്നെ ചിലപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞ് നിങ്ങൾക്ക് തിരിച്ച് വാങ്ങിക്കാൻ കഴിയും. അപ്പോൾ വീണ്ടും ഒരു 25 രൂപ വെച്ചോ, മൊത്തം 50 രൂപ. 50 രൂപ നിങ്ങൾ ചിലവാക്കിയിരിക്കുമ്പോൾ നിങ്ങൾക്ക് 3,000 രൂപ ലാഭിക്കാം. ഇങ്ങനെ ലാഭിക്കുന്നതുകൊണ്ടുള്ള ഗുണം മറ്റൊന്നുമല്ല, എഫക്റ്റീവ്ലി നിങ്ങളുടെ പർച്ചേസിങ് പ്രൈസ് കുറഞ്ഞതായി നമുക്ക് കണക്ക് കൂട്ടാൻ കഴിയും. കാരണം നിങ്ങളുടെ 3,000 രൂപ നിങ്ങൾ ലാഭിച്ചു ഈ ഫെഡറൽ ബാങ്കിൻ്റെ പേരിൽ. അപ്പോൾ നിങ്ങൾ മൊത്തം ഇൻവെസ്റ്റ് ചെയ്ത പണം ഫെഡറൽ ബാങ്കിന് ബൈ പ്രൈസിൽ ഈ ലാഭിച്ച 3,000 രൂപ കുറച്ച്
ഉള്ളതായി നിങ്ങൾക്ക് കണക്കാക്കപ്പെടാവുന്നതാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ ചെറിയൊരു ആവറേജിങ് പോലെ. അതുകൊണ്ടെല്ലാമാണ് ഇത് ലോസ് ഹാർവെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇതേ കാര്യം തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനും അപ്ലൈ ചെയ്യാവുന്നതാണ്. നിങ്ങൾ ലോങ് ടേം ആയിട്ട് നിങ്ങൾ ഹോൾഡ് ചെയ്യുന്ന ഏതെങ്കിലും, ഒരു വർഷത്തിലേറെ ആയിട്ട് ഹോൾഡ് ചെയ്യുന്ന ഏതെങ്കിലും, അതും നഷ്ടത്തിലുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ലോസ് ബുക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് 1 ലക്ഷം രൂപയിൽ കൂടുതലുള്ള ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിന് എഗൻസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഓഫ്സെറ്റ് ചെയ്യാവുന്നതാണ്. അങ്ങനെ LTCG ആയിട്ട് നൽകേണ്ട 10% അവിടെയും ലാഭിക്കാവുന്നതാണ്. LTCG 10% എന്നുള്ളത് കൊണ്ട് Stcgയുടെ പോലെ അത്ര 15% പോലത്തെ ലാഭം വരില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അക്കൗണ്ടിൻ്റെ ബാക്ക് എൻഡിൽ ചെന്നിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒക്കെ എടുത്ത് നോക്കുക, അനലൈസ് ചെയ്യാൻ നോക്കുക. ഏതൊക്കെ എങ്ങനെയൊക്കെ സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ ലോസ് ഹാർവെസ്റ്റിംഗ്, ലോസ് ബുക്കിംഗ് പറ്റുമെന്ന് നോക്കുക. പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ ലോസിലിരിക്കുന്നത് ലോസ് ബുക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ഒരു 20% ലോസിലിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിറ്റ് അതേ വിലയ്ക്ക് തന്നെ തിരിച്ചു വാങ്ങിക്കുകയാണെങ്കിൽ ഒരു സെക്യൂരിറ്റിയുടെ മുകളിലാണ് മിക്ക ബ്രോക്കേഴ്സും ഈ പറഞ്ഞ പോലത്തെ ഒരു ഫിക്സ്ഡ് ചാർജ് എടുക്കാറ്. അപ്പോൾ നിങ്ങൾ പലതും എടുത്തെടുത്ത് വിറ്റ് കഴിഞ്ഞാൽ ഓരോന്നിനും 50 രൂപ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഏറ്റവും കൂടുതൽ ലോസിൽ നിൽക്കുന്നത് നിങ്ങൾ വിൽക്കുക, വാങ്ങിക്കണം തോന്നുകയാണെങ്കിൽ ഉടനെ തന്നെ തിരിച്ച് അതേ വിലയ്ക്ക് തന്നെ വാങ്ങിക്കുക. അല്ലെങ്കിൽ ചിലപ്പം ബ്രോക്കറേജ് ലാഭിക്കാൻ വേണ്ടിയിട്ടുള്ള വിലയ്ക്കും ചിലപ്പോൾ നിങ്ങൾക്ക് വാങ്ങിക്കാൻ കഴിഞ്ഞേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചെറിയ കോൺസെപ്റ്റ് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ടാക്സ് സേവിങ്ങിന് വേണ്ടിയിട്ട് ഇതേപോലെയുള്ള ചെറിയ ടാക്സ് സേവിംഗ് ഒക്കെ നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഫക്റ്റീവ് ബൈ പ്രൈസ് കുറച്ച് കുറഞ്ഞതായിട്ടുള്ളൊരു ഫീല് വരും. ഇതോടുകൂടി ഇന്നത്തെ ഈ ഒരു അധ്യായം അവസാനിക്കുകയാണ്. മറ്റൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.